السلام عليكم ورحمة الله وبركاته. الحمد لله الحمد لله الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا മുഹമ്മദ്. പ്രിയപ്പെട്ടവരെ, ഒരുപാട് നാളിന് ശേഷമാണ് നമ്മൾ ഒരു ചെറിയ വീഡിയോ ചെയ്യുന്നത്. ഇതിന് പ്രത്യേക കാരണമുണ്ട്. നമ്മളുടെ സലാത്തിൻ്റെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് ഒരു പ്രോപ്പറായിട്ടുള്ള അല്ലെങ്കിൽ റുട്ടീനായിട്ട് 1000 സലാത്ത് ചൊല്ല എന്നുള്ള തീരുമാനം എടുത്തിട്ട് ഏകദേശം ഇന്നേക്ക് 5 വർഷമാവുന്നുണ്ട്. 2019 ലാസ്റ്റ് അല്ലെങ്കിൽ 2020 ഫസ്റ്റിൽ ആണ് നമ്മൾ ഒരു തീരുമാനത്തിലോട്ട് വന്നത്. അന്ന് മുതൽ മുടങ്ങാതെ അൽഹംദുലില്ലാഹ് 1000 സലാത്ത് വെച്ച് നമ്മൾ ചൊല്ലുന്നുണ്ട്. അൽഹംദുലില്ലാഹ് കുറച്ച് പേര് മാത്രം, അത് കുറച്ച് പേരെന്ന് പറഞ്ഞാൽ നമ്മൾ തുടക്കത്തിൽ ഏകദേശം ഒരു ദിവസം നമ്മൾ എല്ലാ ദിവസവും 1,00,000 ഒക്കെ സലാത്ത് നമ്മുടെ ഗ്രൂപ്പിൽ നിന്നായിട്ട് ഇങ്ങനെ ചൊല്ലിയിട്ടുണ്ടായിരുന്നു. പിന്നെ ആളുകൾ കുറഞ്ഞു വന്നു. അത് അല്ലാഹു തആലയുടെ തൗഫീഖാണല്ലോ. 5 വർഷം എന്ന് പറഞ്ഞാൽ ഏകദേശം 1825 ദിവസമാണുള്ളത്. 1825 ദിവസത്തിൽ ഒരു ദിവസം 1000 സലാത്ത് വെച്ച് നമ്മൾ ചൊല്ലിയാൽ ഏകദേശം 2 മില്യൺ എന്ന് പറയുമ്പോൾ 10 ലക്ഷം 20 ലക്ഷമാണ്. 1000 വെച്ച് ചെല്ലുന്നവർക്കാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ. 1000 സലാത്ത് ചെല്ലുന്ന ആൾക്കാർക്ക് 18,25,000 സലാത്ത് ഈ ഒരു 5 വർഷം കൊണ്ട് അയാൾ ചെല്ലും. പക്ഷെ നമ്മുടെ ഗ്രൂപ്പിൽ 1000 ഒന്നും അല്ല ചെല്ലുന്നത്. 2000 ദിവസം ചെല്ലുന്നവരുണ്ട്, 3000 ദിവസം ചെല്ലുന്നവരുണ്ട്, 20,000 ചെല്ലുന്നവരുണ്ട്, 40,000 ചെല്ലുന്നവരുണ്ട്. അപ്പോൾ നമ്മൾ 1000 ചെല്ലുന്ന ആൾക്ക് 5 വർഷം കൊണ്ട് 18,25,000 സലാത്ത് അക്വയറാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ, അപ്പോൾ 40,000 ഒക്കെ ചെല്ലുന്ന ആളുകൾക്ക് ഇതിൻ്റെ 40 ഇരട്ടിയാണ് ഉണ്ടാവുക അല്ലേ? അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. നമുക്ക് അതിൻ്റെ ഒരു അവലോകനം എന്നാണ് നമ്മൾ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഇത് അള്ളാഹിൻ്റെ തൗഫീഖാണ്, നമ്മളൊന്നും ചെയ്തിട്ടില്ല. അല്ലാഹു തആല നമുക്ക് അതിനുള്ളൊരു അവസരം തന്നു. അതിന് നമ്മൾ അള്ളാഹിനെ സ്തുതിക്കേണ്ടത്. കാരണം ഒരുപാട് പേര് ഈ സമയത്ത് ഈ 5 വർഷത്തിൽ നമ്മൾ 1000 സലാത്തെല്ലാം ചിലപ്പോൾ 1 മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂറാണ് വേണ്ടി വരിക. കുറച്ചൊരു വലിയ സലാത്താണെന്നുണ്ടെങ്കിൽ, ഇനി അത് ചെറിയ സലാത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് 1/2 മണിക്കൂർ കൊണ്ട് തന്നെ ചൊല്ലി തീർക്കാൻ കഴിയും. പക്ഷേ അതൊന്നും നമ്മളിങ്ങനെ കൂട്ടി വെച്ചപ്പോഴാണ് ഇത് വലിയൊരു സംഖ്യയായി മാറിയത്. അതേസമയം ആ സമയത്ത് വേറെ പല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നമ്മുടെ കൂടെയുള്ള പല ആളുകൾക്കും അത് കംപ്ലീറ്റ് ആക്കാൻ കഴിഞ്ഞില്ല. അല്ലാഹു തആല അവർക്ക് തൗഫീഖ് നൽകിയില്ല. അതുകൊണ്ടാണ് ചെയ്യാൻ പറ്റാത്തത്. നമുക്ക് അല്ലാഹു തആല അത് തന്നു. അൽഹംദുലില്ലാഹ്. അപ്പോൾ നമ്മൾ അള്ളാഹിനെ സ്തുതിക്കണ്ടേ? അൽഹംദുലില്ലാഹ്. രണ്ടാമത്തെ കാര്യം, സലാത്ത് എന്നുള്ള സാധനം ഞാൻ മുമ്പേ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. എന്താണ്, ഏതൊരു ഇബാദത്തും അത് സ്പോയിലായി പോകാൻ ചാൻസ് ഉണ്ട്. എന്ന് വെച്ചാൽ അത് ചിലപ്പം നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകും പല കാരണങ്ങളുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ, നമ്മളത് ചെയ്യുന്നത് അത്ര അതിൻ്റെ മട്ടത്തിൽ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, അത് കറക്റ്റായിട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, ഉദാഹരണം പറഞ്ഞാൽ നിസ്കാരത്തിനൊരു അതിൻ്റെ ഒരു വെയിറ്റ് ഉണ്ട്. ആ ഒരു വെയിറ്റിനനുസരിച്ചിട്ട് നമ്മൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ അല്ലാഹു തആല സ്വീകരിക്കില്ല അല്ലേ? പക്ഷേ ഫുൾ പ്രൂഫായിട്ട് ഒരു കാര്യം ചെയ്താൽ അത് അവിടെ എത്തുന്ന ഉറപ്പിക്കാവുന്ന ഒരു കാര്യം എൻ്റെ അറിവിലാണ് കേട്ടോ. പല കാര്യങ്ങളും ഉണ്ടാവാം, പക്ഷെ എന്നാലും നമുക്കറിയുന്നതിൽ ഏറ്റവും നമുക്ക് പറയാവുന്നൊരു കാര്യം സലാത്താണ്. സലാത്തിൻ്റെ വിഷയത്തിൽ നിങ്ങൾ എങ്ങനെ ചെല്ലിയാലും അല്ലാഹു തആല സ്വീകരിക്കും. നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും മനസ്സിനെ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മനസ്സിലിരുത്തിക്കൊണ്ട് ചെല്ലിയാൽ അതിന് കൂടുതൽ പവറുണ്ട്. അതില്ലാതെ തന്നെ ചെല്ലിയാലും ഏത് രൂപത്തിൽ ചെല്ലിയാലും അത് സ്വീകരിക്കും. റിജക്ഷൻ ഇല്ല. അങ്ങനത്തെ ഒരു ഭാഗത്താണ്. എന്നുവെച്ചാൽ നമ്മൾ ഈ 18 ലക്ഷം സലാത്ത്, 18 ലക്ഷം മിനിമം കേട്ടോ. 3000 ചെല്ലിയ ആൾക്ക് 18 എന്നല്ല, അപ്പം ഉണ്ടാവുക 56 ലക്ഷം, അതിലും കൂടുതലുണ്ടാവും അല്ലേ? അത്രയും ഒരു വർഷം, നമ്മൾ 5 വർഷം കൊണ്ടാണ് ഇൻഷാ അല്ലാഹ്. അപ്പോൾ അതവിടെ അക്കൗണ്ടിൽ കിടക്കുകയാണ്, ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് പോലെ അല്ലേ? ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. നമ്മുടെ ഹബീബിൻ്റെ അടുത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് എത്തുമ്പോൾ നമ്മുടെ ഹബീബ് തങ്ങൾ നമ്മളെ തിരിച്ചറിയും ഇൻഷാ അല്ലാഹ്. അതിലേക്കായും വലിയൊരു ബെനിഫിറ്റൊന്നും ഇല്ല എന്നൊക്കെ മനസ്സിലാവുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്ക് വഴി പറയാം. അപ്പോൾ ഇതിൽ
അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അല്ലാഹു തആല സൂറത്തുൽ ബഖറയിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എന്നെ ഓർക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ ഓർക്കും. നമുക്ക് ദിക്ർ എന്നുള്ളതിന് പല ഫോമുകളുണ്ട്. അതിലൊരു ഫോമാണ് സലാത്ത് വഴി അള്ളാഹുവിനെ ഓർക്കുക എന്നുള്ളത്. കാരണം അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എന്നെ ഓർത്തോളൂ, അതിലൂടെ നിങ്ങൾ അള്ളാഹിൻ്റെ അടുത്തെത്തും. അതിലൂടെ മാത്രമേ എത്താൻ പറ്റുള്ളൂ എന്നുള്ളതാണ് കാര്യം. ഓക്കെ, നമുക്ക് കേട്ടൊരു ചരിത്രം ഉണ്ടാവും. ഒരു അടിമയായിട്ടുള്ള ഒരു ആബിദായിട്ടുള്ള ഒരാൾ രാത്രിയിൽ നിസ്കരിക്കുമ്പോൾ അല്ലെങ്കിൽ നിസ്കരിച്ചിട്ട് ദുആ ചെയ്യുമ്പോൾ പറയാണ്, അള്ളാഹു നീ എന്നെ ഓർക്കുന്നുണ്ടല്ലോ, അതെനിക്ക് വലിയ സന്തോഷമുള്ളൊരു കാര്യമാണെന്ന്. ഇതിൻ്റെ വേഴ്സ് അതിൻ്റെ കറക്റ്റ് ഇങ്ങനെയൊന്നുമല്ല. ഞാൻ നമ്മുടെ പണ്ഡിതന്മാരായിട്ടുള്ള ആളുകൾ, നമ്മുടെ ഉസ്താദന്മാർ പറയുന്നത് കേട്ടത്, അത് മുമ്പത്തെ ഓർമ്മയിൽ നിന്ന് എടുത്ത് പറയണം കേട്ടോ. അപ്പോൾ രാത്രി കുറേ കഴിഞ്ഞിട്ട് ഈ അടിമയുടെ മാസ്റ്റർ, അതായത് ഉടമസ്ഥനിങ്ങനെ നോക്കുമ്പോൾ ഇവരിങ്ങനെ ദുആ ചെയ്യാണ്, അള്ളാഹു നീ എന്നെ ഓർക്കുന്നുണ്ടല്ലോ, അതിന് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ഈ ഉടമസ്ഥന് അത്ഭുതം തോന്നണം, എന്തുകൊണ്ടാണ് അവരിങ്ങനെ തീർക്കുന്നത്, അള്ളാഹു ഓർക്കുന്നുണ്ടെന്ന് അവർക്ക് അങ്ങനെ മനസ്സിലാക്കുന്നത്. അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ, പിറ്റേന്നാണ് ചോദിക്കുമ്പോൾ അവർ പറയുന്ന റിപ്ലൈ ആണ്, ഈ കണ്ട ആളുകളൊക്കെ കിടന്നുറങ്ങുകയാണ്, ആ സമയത്ത് എനിക്ക് എൻ്റെ റബ്ബിനോട് ഇങ്ങനെ ദുആ ചെയ്യാനുള്ള അല്ലെങ്കിൽ ഇബാദത്തെടുക്കാനുള്ള തൗഫീക്ക് തന്നത് എൻ്റെ റബ്ബാണല്ലോ. അപ്പോൾ എൻ്റെ റബ്ബ് എന്നെ ഓർക്കുന്നതുകൊണ്ടല്ല എനിക്ക് തിരിച്ചങ്ങനെ ഓർക്കാൻ കഴിയുന്നത്. ഇനി നിങ്ങൾ ഇത് നമ്മുടെ ഒരു ഈ സ്വലാത്തിൻ്റെ വിഷയത്തിലോട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കൂ. നിങ്ങളെ അല്ലാഹു തആല ഓർക്കുന്നു, അതുകൊണ്ടാണ് നിങ്ങൾക്ക് സ്വലാത്ത് ചൊല്ലാൻ കഴിയുന്നത്. മഹാന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട്, എന്ത് ഒരാൾ നല്ലൊരു രീതിയിൽ, അതായത് അയാളുടെ ജീവിതം നന്നായി വരാൻ അല്ലാഹു തആല ഉദ്ദേശിച്ചാൽ അവനെ കൊണ്ട് കുറേ നല്ല കാര്യങ്ങൾ ചെയ്യിപ്പിക്കും. പ്രധാനപ്പെട്ടതാണ് സ്വലാത്ത്. നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, അതായത് ഒരിക്കലും നഷ്ടപ്പെടാത്ത അമലാണ് സ്വലാത്ത്. അപ്പോൾ ഏറ്റവും കൂടുതൽ സ്വലാത്തെല്ലാം എന്ന് പറഞ്ഞാൽ അവൻ്റെ സ്വലാത്തിൻ്റെ പ്രതിഫലം, അതിൻ്റെ ഗുണങ്ങളും അവന് എന്തായാലും കിട്ടേണ്ടതാണ്, എന്നാൽ നഷ്ടപ്പെട്ടു പോകില്ല. അപ്പോൾ ഒരാളെ കൊണ്ട് കൂടുതൽ സ്വലാത്ത് അല്ലാഹു തആല ചൊല്ലിക്കുന്നുണ്ടെങ്കിൽ അവൻ രക്ഷപ്പെടുന്നതിൻ്റെ അടയാളമാണ്. നിങ്ങൾക്കത് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലാഹു തആല നിങ്ങൾക്ക് ഒരു വലിയൊരു തൗഫീക്ക് ഉണ്ട്. അല്ലാഹു എന്തോ കാര്യമായിട്ട് നിങ്ങൾക്ക് കരുതി വെച്ചിട്ടുണ്ടെന്നുള്ളതിൻ്റെ അടയാളമാണ്. അല്ലാഹു തആല അങ്ങനെ ആക്കി തരട്ടെ. നന്ദി. ഇനി നമ്മൾ കഴിഞ്ഞ 5 വർഷത്തെ കാര്യം, ഒന്നാമത്തെ കാര്യം, ഇത് വീഡിയോ കുറച്ച് നീളമുണ്ടാവും കേട്ടോ. ഞാൻ ഓരോരോ ചെറിയ ചെറിയ കാര്യങ്ങളായിട്ട് ഇങ്ങനെ പറഞ്ഞു പോകാമെന്ന് വിചാരിക്കുന്നത്. നിങ്ങൾ എന്തായാലും മൊത്തം കേൾക്കണം, കാരണം നമ്മൾ ഏകദേശം 5 വർഷത്തെ കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. ഈ ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ അത് ആദ്യത്തെ ദിവസം, ഏതൊരു കാര്യം പുതിയൊരു കാര്യം ചെയ്യുമ്പോൾ ആദ്യത്തെ ദിവസം ഉഷാറായിട്ട് ചെയ്യും, രണ്ടാമത്തെ ദിവസം ഉഷാറായിട്ട് ചെയ്യും, പിന്നെയും അങ്ങനെ ചെയ്യുമെങ്കിലും ആദ്യത്തെ ആ ഒരു താല്പര്യം ഒന്നും പിന്നെ കാണില്ല. ഒരു കാര്യം ആദ്യത്തെ ദിവസം ചെയ്യുന്നത് എളുപ്പമാണ്. ഇപ്പോൾ പണ്ടൊരാൾ പറഞ്ഞ പോലെ പുകവലി നിർത്താൻ ഭയങ്കര എളുപ്പമാണ്, ഞാൻ തന്നെ എത്ര വർഷം നിർത്തിയിട്ടുണ്ട്. അയാൾ പറഞ്ഞ കാര്യം ശ്രദ്ധിച്ചോ, അതായത് പുകവലി നിർത്താൻ എളുപ്പമാണ്, ഞാൻ തന്നെ എത്ര വർഷം നിർത്തിയിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എന്താ, അയാൾ ഒരുപാട് പ്രാവശ്യം ശ്രമിച്ചിട്ടുണ്ട് പുകവലി നിർത്താൻ, പിന്നെ അയാൾ തുടങ്ങും, പിന്നെയും നിർത്തും, പിന്നെയും തുടങ്ങും, പിന്നെയും നിർത്തും. പക്ഷേ എന്ന് വെച്ചാൽ അയാൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലേ? അപ്പോൾ അതേ കാര്യം തന്നെ ഈ ഒരു വിഷയത്തിലും. ഈ സ്വലാത്ത് ചൊല്ലാൻ തുടങ്ങി അത് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോവുക എന്നുള്ളതാണ്. ഏതൊരു കാര്യം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. എന്തിനാ നമ്മൾ 5 വർഷം അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്ന തോഫിക്ക് വലിയ തോഫിക്കല്ലേ. അപ്പോൾ പല ദിവസങ്ങളും നമ്മൾ ഭയങ്കര ക്ഷീണത്തിലായിരിക്കും, കാരണം ഓരോ ദിവസം ഓരോ രീതിയിലാണ് നമുക്ക് ഉണ്ടാവുക. പല ആൾക്കാർക്കും ജോലി തിരക്കിൻ്റെ ഇടയ്ക്കാനായിരിക്കും ചെയ്യുന്നുണ്ടാവുക. ചില ദിവസങ്ങൾ ഇത് തീരുന്നുണ്ടാവില്ല, എന്നാലും നമ്മൾ അങ്ങനെ കഷ്ടപ്പെട്ട് തീർക്കും. വളരെ അപൂർവമായിട്ട് ചില ദിവസങ്ങൾ തീരാത്ത പിറ്റേന്ന് കംപ്ലീറ്റ് ചെയ്യും. പക്ഷെ നമ്മളാരും നിർത്തിയില്ല, അൽഹംദുലില്ലാഹ്. പിന്നെ അങ്ങനെ ചെയ്യാവുന്നതുമുണ്ട്. അതായത് നമുക്ക് അതുപോലെ ഇനി എന്തെങ്കിലും കാരണവശാൽ നമുക്ക് കഴിഞ്ഞില്ലെന്നുണ്ടെങ്കിൽ സ്ഥിരം ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് അളവ് കിട്ടാം. ഏത് സുന്നത്ത് നിസ്കാരമാണെങ്കിലും അതേപോലെ സുന്നത്താരി ചെയ്യുന്ന ഏത് ഇബാദത്താണെങ്കിലും അത് കലാവ് കിട്ടാമെന്നാണ്. ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ തങ്ങളെന്ന് പറഞ്ഞാൽ നമ്മൾ ബഹുമാനിച്ചിട്ടാണ് കേട്ടോ, നമ്മളങ്ങനെ പറയാറുണ്ടല്ലോ. അവർ പറയാറുണ്ട്, നമ്മൾ സ്ഥിരം ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് കൊണ്ടുപോകുന്ന അതിൻ്റെ ഇതുണ്ടാവില്ല, മലായിക്കത്തിന് അവർക്ക് വിഷമാവും. എന്നുവെച്ചാൽ അവർക്ക് മലായിക്കത്തിൻ്റെ ജോലി എന്ന് പറയുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് അവരുടെ ഭക്ഷണം പോലെയുള്ള ഒരു റുട്ടീനാണ്. അവരത്
നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അവർക്ക് അതിൻ്റെ കറക്റ്റ് സ്ഥലത്ത് എത്തിച്ചു കൊടുക്കുക, അതാണ് അവരുടെ ഡ്യൂട്ടി. നമ്മളത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവർക്കത് അതിൻ്റെ രീതിയിൽ അതിലിടപെടാൻ കഴിയില്ല. അത് അവർക്ക് അതിൻ്റേതായുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കും. നമ്മൾ ചെയ്തത് ചില്ലറ കാര്യമല്ല, ആദ്യം മനസ്സിലാക്കുക. ഒന്നാമത്തെ കാര്യം നമ്മളെ ഹബീബിനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമ്മൾ ബഹുമാനിച്ചു. എന്താണ് ബഹുമാനം? അള്ളാഹു പറഞ്ഞതാണ്, എന്ത്, ഞാനും എൻ്റെ മലായികത്തും നബി സല്ലല്ലാഹു അലൈഹി തങ്ങളുടെ മേൽ സ്വലാത്ത് എഴുതുന്നുണ്ട്, നിങ്ങളും ചൊല്ലിക്കോളും. എന്ന് വെച്ചാൽ ഞാനും എൻ്റെ മലായികത്തും ചൊല്ലുന്നത്, അത് അവരുടെ അള്ളാഹു തആല ചെയ്യുന്നത് സ്വലാത്തിൽ എന്നാണ് അതിൻ്റേതായിട്ടുള്ള അർത്ഥങ്ങളുണ്ടാവും. നിങ്ങളും ചൊല്ലിക്കോളും എന്നുള്ള ഒരു ആഹ്വാനമുണ്ട്. ഇത് നമ്മൾ ഫോളോ ചെയ്തു. അള്ളാഹിനെ നമ്മൾ അനുസരിച്ചു, നബി സല്ലല്ലാഹു അലൈഹി തങ്ങളെ നമ്മൾ പ്രകീർത്തിച്ചു. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി തങ്ങളുടെ സുന്നത്തുകൾ നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ് ചൊല്ലാൻ, അത് നമ്മൾ അംഗീകരിച്ചു. അതിലൂടെ നമ്മൾ നമ്മുടെ ഹൃദയങ്ങളൊക്കെ അള്ളാഹിലേക്കുള്ളതാണെന്നുള്ളത് നമ്മൾ തെളിയിച്ചു, അല്ലേ? അങ്ങനെ പല കാര്യങ്ങളും ഇതിൻ്റെ ഉള്ളിലുണ്ട്, വെറും ഒരു അമലല്ല എന്നർത്ഥം. നമുക്കിതിൻ്റെ ബെനിഫിറ്റ്സ്, അതിൻ്റെ നമ്മളിപ്പോൾ അക്വയർ ചെയ്ത് വന്ന, അല്ലെങ്കിൽ നമ്മൾ ഏകദേശം എത്തിയ ലെവൽ വെറുതെ ഒന്ന് പരിശോധിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഏകദേശം 18.25 ലക്ഷം മിനിമം, പക്ഷെ അതിലും കൂടുതൽ ഒരു ഇതെല്ലാവരും ചൊല്ലിയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് 20 ലക്ഷം എന്ന് കൂട്ടാം. കാരണം അല്ലാതെ തന്നെ എന്തായാലും ഒരു ദിവസം 1000 സ്വലാത്തിൽ കൂടുതൽ ചൊല്ലിയവരാണ് മിക്കവാറും ആൾക്കാർ, എനിക്കറിയാവുന്നതാണ്. എന്തായാലും 20 ലക്ഷം ആയിട്ടുണ്ട് ഒരു എല്ലാവരും. അപ്പോൾ ഒരു സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസിൽ തന്നെ ഉണ്ട്, ഇമാം മുസ്ലിം റളിയല്ലാഹു തആല പറഞ്ഞ ഹദീസിൽ തന്നെ ഉണ്ട്, എന്ത്, ഒരു സ്വലാത്ത് നിങ്ങൾ ചൊല്ലിയാൽ അല്ലാഹു തആല നിങ്ങളുടെ മേലിൽ 10 സ്വലാത്ത് നിങ്ങളുടെ മേൽ ചൊല്ലുന്നതാണ്. എന്ന് വെച്ചാൽ 10 രീതിയിൽ അല്ലാഹു തആല നമുക്ക് കരുണ ചെയ്യുന്നതാണ്. എന്ന് വെച്ചാൽ നിങ്ങൾ 20 ലക്ഷം സ്വലാത്ത് നിങ്ങൾക്ക് ചൊല്ലിയിട്ടുണ്ടെങ്കിൽ എത്രയായി? 20 ലക്ഷം 2 കോടി അല്ലേ? അതിൻ്റെ 10 ഇരട്ടി എന്ന് പറഞ്ഞാൽ 2 കോടി പിന്നെ തവണ അല്ലാഹു തആല നിങ്ങൾക്ക് കരുണ ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്ന അല്ലാഹു തആല നിങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്ന പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? നിങ്ങൾ രക്ഷപ്പെട്ടെന്നല്ലേ? അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അതുപോലെ തന്നെ വേറൊരു ഹദീസിൽ വന്നതാണ്, നിങ്ങൾ സ്വലാത്ത് ചൊല്ലിയാൽ നിങ്ങളുടെ തെറ്റുകളിൽ നിന്ന് ഇങ്ങനെ കുറഞ്ഞു വരുന്നു. നമുക്ക് അറിയാം ഇന്നത്തെ ഒരു കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്നത്തെ കാലത്ത് ഒന്നും ചെയ്യണ്ട, നമ്മൾ വെറുതെ ജീവിച്ചിരുന്നാൽ തന്നെ തെറ്റാണ്. പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്, അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ദീർഘായുസ് തന്നെ ഇപ്രാവശ്യത്തും ഈ ഒരു കാലത്ത് നമുക്ക് ഒരു പരീക്ഷണമാണെന്ന് തോന്നിയിട്ടുണ്ട്. കാരണം നമുക്ക് കഴിയൂല, കാരണം നമ്മളൊക്കെ പുറത്ത് പോകുന്ന ആൾക്കാരാണ്. വീട്ടിൻ്റെ ഉള്ളിൽ ഇരുന്നാൽ പോലും നമുക്ക് ഹറാമുകൾ കേൾക്കേണ്ട ഒരു സ്ഥിതിയാണ്. അങ്ങനെ ആകുമ്പോൾ പുറത്ത് പോയി ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് എന്നും ഹറാം ഇങ്ങനെ കൂടി വരിക എന്നല്ലാതെ, അതിന് വെച്ച് നമ്മളുടെ കയ്യിൽ നിന്ന് ഭാഗത്തുകൾ വരുന്നുണ്ടെന്ന് വെച്ചാൽ കമ്പയർ ചെയ്ത് നോക്കിയാൽ കുറവാണ്, അല്ലേ? അപ്പോൾ ഓരോ ദിവസവും നമുക്ക് കുറച്ച് ഹലാലും അത് കൂടുതൽ ഹറാമും വരികയാണ്, അല്ലേ? അപ്പോഴൊക്കെയാണ് നമ്മൾ സ്വലാത്തിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാവുക. ഈ എക്സ്ട്രാ വരുന്ന ഹറാമുകളൊന്ന് പുറത്തിട്ടുണ്ടേ, അതിനുള്ളൊരു വഴിയാണിത്. ഓരോ സ്വലാത്തും നിങ്ങളുടെ തെറ്റുകളെ മായ്ച്ചു കളയുന്നതാണ്. അൽഹംദുലില്ലാഹ്. വേറൊരു ഹദീസിൽ ഇമാം നസായി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ ഒരു ഹദീസിൽ, ഓരോ സ്വലാത്തും നിങ്ങളുടെ സ്റ്റാറ്റസ് ഉയർത്തുന്നതാണ്. ബൈ 10 റാങ്ക്സ് എന്ന് വെച്ചാൽ 10 സ്റ്റാറ്റസുകൾ, 10 പദവികൾ നിങ്ങളെ മുകളിലോട്ട് പൊന്തിക്കും. നമ്മൾ ഇങ്ങനെ ഇമാജിൻ ചെയ്ത് നോക്കും ഒന്ന്. അതായത് നമ്മളൊരു ഒരുപാട് ആളുകൾ, ഇപ്പോൾ നമുക്ക് ഈ ലോകത്ത് ഏകദേശം 750 കോടി ജനങ്ങളുണ്ട്, അല്ലെങ്കിൽ 800 കോടി ജനങ്ങളുണ്ട്. മുന്നേ മരിച്ചു പോയവരൊക്കെ കൂട്ടിയാൽ ഒരു 1000 കോടി ജനങ്ങൾ, വെറുതെ കൂട്ടാം, 1000 കോടി ജനങ്ങളുണ്ടെന്ന് വിചാരിച്ചോളൂ. നമ്മളൊരു സ്ഥലത്ത് ചെല്ലിയാൽ ഈ 1000 കോടി ജനങ്ങളിലെ നിന്ന് ഒരു സ്ഥലത്ത് ചെല്ലിയിട്ടില്ലെങ്കിൽ അതിൻ്റെ 10 സ്റ്റാറ്റസ് മുകളിലാണ് നിങ്ങളൊരു കോണി വിചാരിച്ചാൽ മതി. അപ്പോൾ നിങ്ങളൊരു 10 സ്റ്റെപ്പ് മുകളിലെത്തി കോണീൻ്റെ, ബാക്കിയുള്ളവർക്ക് താഴെയാണ്. ഒരു സ്ഥലത്തും കൂടി ചെല്ലിയാലോ 20 സ്റ്റെപ്പ് മുകളിലെത്തി, ബാക്കിയുള്ളവർക്ക് താഴെയാണ്. ഒരു സ്ഥലത്തും കൂടി ചെല്ലിയാലോ 30 സ്റ്റെപ്പ് മുകളിലെത്തി, ബാക്കിയുള്ളവർക്ക് താഴെയാണ്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ എത്ര കോടി ചൊല്ലി എന്ന് വെച്ചാൽ എത്ര കോടി സ്റ്റാറ്റസ് മുകളിലാണ്? ഒരു സ്ഥലത്തിന് 10 സ്റ്റെപ്പ് മുകളിലെത്തും. 2 ലക്ഷം സ്ഥലത്തിനോ 2 കോടി സ്റ്റെപ്പ് മുകളിലാണ്, ബാക്കിയുള്ളവർ താഴെയാണ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ.
ഒരു സലാത്ത് ഏതെങ്കിലും നബിസ്വലങ്ങൾ പറയാണ് കേട്ടോ, ഒരു സലാത്ത് നിങ്ങൾ എവിടെ വെച്ച് ചെല്ലാനും വേണ്ടില്ല, അത് എൻ്റെ അടുത്ത് എത്തും ഓൺ ദ സ്പോട്ടിൽ. നബിതങ്ങളുടെ അടുത്ത് നബിതങ്ങൾ അങ്ങനെ പറയുന്നുണ്ട്, എൻ്റെ റൂഹ് അള്ളാഹു തആല എനിക്ക് തിരിച്ചു തരും ആ സ്വലാത്തിന് റിപ്ലൈ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം നബിസ്വലങ്ങൾ എപ്പോഴും റൂഹിലായിരിക്കും നിൽക്കുന്നുണ്ടാവുക എന്നതിൻ്റെ അർത്ഥം അല്ലേ, വേറെ രീതിയിൽ പറഞ്ഞാൽ. അപ്പോൾ പിന്നെ നബിസ്വലങ്ങളുടെ അടുത്ത് ഈ സ്വലാത്ത് എത്തുമ്പോഴുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എത്തുമ്പോൾ പറയും ഇത് ഇന്ന ആളുടെ സ്ഥലത്താണ്, അവരുടെ വാപ്പ ഇതാണ്, അവരുടെ സ്ഥലം ഇതാണ്, ഇങ്ങനെ പറയും. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഞാൻ മുമ്പ് ഇത് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഇതിനേക്കാളും വലിയൊരു കാര്യം നിങ്ങൾക്ക് കിട്ടാണ്ട് ഇനി ചിന്തിച്ചു പോകും. നമ്മുടെ മുഖ്യമന്ത്രീൻ്റെ അടുത്ത് ഏറ്റവും ചെറിയതാണ് കേരളം എന്ന് പറഞ്ഞാൽ, എത്ര ചെറുതാണ്. ഇന്ത്യ ഇത്രയും ലോകത്തിൻ്റെ ഇടയ്ക്ക്, ലോകത്തിലുള്ള രാജ്യങ്ങൾക്കിടയ്ക്ക് ചെറിയ രാജ്യം എന്നല്ല, അത്ര വലിയൊരു രാജ്യം എന്നല്ല, അത്ര പവറൊന്നുമില്ല, അതിലുള്ള ഒരു സംസ്ഥാനമായിട്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിൻ്റെ അടുത്ത് നമ്മൾക്ക് ഒരാൾ ഒരു ബന്ധം എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര ഒരു അഭിമാനം തോന്നും. ഇത് ആരോടാ പറയണത്? നമ്മുടെ ഹബീബ്, ഈ ലോകം തന്നെ സൃഷ്ടിക്കാൻ അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട് അല്ലാഹുവിൻ്റെ റസൂലിനോട്, നബിയെ ഞാൻ ഈ ലോകം സൃഷ്ടിക്കുമായിരുന്നില്ല നിങ്ങളില്ലായിരുന്നെങ്കിൽ എന്ന്, അല്ലേ? അങ്ങനത്തെ നമ്മുടെ ഹബീബിനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് നമ്മുടെ പേര് മാത്രമല്ല, നമ്മുടെ വാപ്പാൻ്റെ പേര് പറയുന്നുണ്ട്. നമ്മുടെ വാപ്പാക്ക് എത്ര സന്തോഷം ഉണ്ടാവും, ഒന്ന് ചിന്തിച്ച് നോക്കിയേ. നമുക്ക് വാപ്പാക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഗിഫ്റ്റാണിത്. ആരെങ്കിലും വാപ്പാർ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവർ കിടന്ന് സന്തോഷത്തിൽ ആറാടായിരിക്കും. കാരണം നമ്മുടെ വാപ്പാൻ്റെ പേര് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നിൽ പറയാണ്, അല്ലേ? അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പോൾ എത്ര പ്രാവശ്യം നമ്മുടെ പേര് അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ അടുത്ത് വന്നപ്പോൾ പറഞ്ഞിട്ടുണ്ട്? 20 ലക്ഷം തവണ. 20 ലക്ഷം തവണ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മുമ്പിൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുന്നിൽ പറഞ്ഞിട്ടുണ്ട്. ആരാ പറയുന്നത്? മലക്കുകൾ. മാഷാ അല്ലാഹ്. നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കുക. എനിക്ക് ഈ ഒരു കാര്യമാണ് ഏറ്റവും സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ളത്. ബാക്കിയൊക്കെ അവിടെ നിൽക്കട്ടെ. ഈ ഒരു കാര്യം നമ്മുടെ പേര് നമ്മുടെ ഹബീബിൻ്റെ അടുത്ത് എത്തുകയെന്ന് പറഞ്ഞാൽ ഇതേപോലെ പറയുന്നത് എനിക്ക് തോന്നുന്നുണ്ട്. 20 ലക്ഷം പ്രാവശ്യം നമ്മുടെ പേര് പറഞ്ഞിട്ട് നമ്മുടെ ഹബീബ് നമ്മൾ അറിയുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? നമ്മുടെ പേര് പറയുമ്പോൾ നമ്മളെ ഹബീബ് അതിന് മറുപടി അയക്കുന്നുണ്ട്, സലാം അടക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളെ അറിയില്ല എന്ന് പറയാൻ പറ്റുമോ? മാഷറയിൽ നമ്മളെ ഹബീബ് നമ്മളെ കാണാതെ പോവുമോ? ഒരിക്കലും ഇല്ല. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. വേറൊരു ഗുണം ഇമാം സുയൂത്തി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ വേറൊരു ഗുണം, മലക്കുകൾക്ക് പ്രധാനപ്പെട്ട ഒരു ജോലിയാണ് അവർ ഇങ്ങനെയുള്ള നല്ല നല്ല കാര്യങ്ങൾ നടക്കുന്നിടത്ത് വരിക എന്നുള്ളത്. ഒരു സദസ്സ്, സ്വലാത്തിൻ്റെ സദസ്സ്, ഒരാൾ നിസ്കരിക്കുന്നുണ്ട് അവരുടെ കൂടെ ഇരിക്കുക, ഒരാൾ ഖുർആൻ ഓതുന്നുണ്ട് അവരുടെ കൂടെ ഇരിക്കുക, ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഒരാൾ സ്വലാത്ത് ചൊല്ലിയാൽ അവർക്ക് വേണ്ടി മലക്കുകൾ ദുആ ചെയ്യുന്നതാണ്. മലക്കുകളുടെ ഒരു ദുആ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യത്യാസമുണ്ട്, നമുക്കറിയാലോ. അവർ പാപസുരക്ഷിതരായിട്ടുള്ള ആൾക്കാരാണ്. എന്ന് വെച്ചാൽ അവർക്ക് പാപം ചെയ്യാൻ കഴിയില്ല, അങ്ങനെ അല്ലാഹു തആല അവരെ സൃഷ്ടിച്ചിട്ടുള്ളത്, അല്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ ദുആക്ക് നമ്മളുടെ ദുആ പോലെ അല്ല, അല്ലേ? അപ്പോൾ 20 ലക്ഷം സ്വലാത്തില്ല, 20 ലക്ഷം പ്രാവശ്യമെങ്കിലും അവർക്ക് വേണ്ടി മലക്കുകൾ ദുആ ചെയ്യും. അപ്പോൾ അല്ലാഹു തആല നമുക്ക് വേണ്ടിയിട്ട് മലക്കുകളെ കൊണ്ട് 20 ലക്ഷം പ്രാവശ്യമെങ്കിലും മിനിമം ദുആ ചെയ്തിട്ടുണ്ട്. ചില സ്വലാത്തുകളെ കുറിച്ചിട്ട് പറയുന്നുണ്ട്, ചില സ്വലാത്ത് ഒറ്റ പ്രാവശ്യം ചൊല്ലിയാൽ തന്നെ മലക്കുകൾ അതിൻ്റെ എന്താ പറയുക, അതിൻ്റെ പ്രതിഫലങ്ങൾ എഴുതി തീരൂല, അങ്ങനെയൊക്കെ പറയുന്ന സ്വലാത്തുകൾ, പല ടൈപ്പ് സ്വലാത്തുകൾ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ നമ്മൾ ചൊല്ലിയത് പല ടൈപ്പ് സ്വലാത്തുകളാണ്. അതൊക്കെ എത്രത്തോളം അല്ലാഹു തആല നമുക്കത് ബെനിഫിറ്റുകൾ തന്നിട്ടുണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് മാഷറന്ന് കാണാം. വേറൊരു ഹദീസിൽ പറയുന്നുണ്ട്, മഹേക്ക് തങ്ങൾ പറഞ്ഞ ഒരു ഹദീസിൽ, ഒരാൾ സ്വലാത്തിലായിട്ട് അങ്ങനെ കൂടിയിട്ടുണ്ടെങ്കിൽ, എന്ന് വെച്ചാൽ ഫുൾ ടൈം സ്വലാത്തിൽ കൂടുതൽ സ്വലാത്ത് വർദ്ധിപ്പിച്ചു കൂട്ടിയതെന്നുണ്ടെങ്കിൽ അത് തന്നെ മതി അയാൾക്ക്, ബാക്കി കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് നടന്നു പോകുന്നുണ്ട്. നിങ്ങൾക്ക് തന്നെ കുറേ കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടാവും. നമ്മൾ ഇപ്പോൾ ഇത്രയും സ്വലാത്ത് ചെല്ലുമ്പോൾ പല കാര്യങ്ങളും, പല പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഓട്ടോമാറ്റിക്കായി നടക്കുന്നതായിട്ട് തോന്നുന്നുണ്ടാവും. വേറൊരു ഗുണം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈഗോ കുറയും. നമ്മൾ സ്വലാത്ത് ചെല്ലുന്നതെന്ന് വെച്ചാൽ നമ്മൾ എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് തന്നെ ബോധ്യമാവും, നമ്മളുടെ ഈഗോ കുറയും, നമ്മളൊരു കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള മനുഷ്യൻ. കാരണം ഇതിനൊക്കെ ഫൈനലായിട്ട് വരുന്നത് എന്താ വെച്ചാൽ, നമ്മൾ സ്വലാത്ത് ചെല്ലുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും തങ്ങളുടെ ആ സ്വഭാവ സവിശേഷതകൾ എന്നൊക്കെ പറയുമല്ലോ, അതിൻ്റെ കറക്റ്റ് മലയാളം വരുന്നില്ല, അതാണ് ഞാൻ തപ്പുന്നത്. അതൊക്കെ നമ്മളുടെ അടുത്ത് ഇങ്ങനെ റേഡിയേറ്റ് ചെയ്ത് വരും. എന്ന് വെച്ചാൽ അവിടെ നിന്ന് ഒരു നബി തങ്ങൾ ഒരു സൂര്യനെ പോലെയാണല്ലോ, ആ ഒരു കാര്യങ്ങൾ നമ്മളുടെ അടുത്തോട്ട് ഇങ്ങനെ അതിൻ്റെ റിഫ്ലക്ഷനുകൾ നമ്മുടെ അടുത്തോട്ട് വരും, അതിൻ്റെ ആ പ്രതിഫലനങ്ങൾ നമ്മുടെ അടുത്തോട്ട് വരും. അപ്പോൾ സ്വാഭാവികമായിട്ടും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ക്വാളിറ്റികൾ ഉണ്ടാവുമല്ലോ, ഒരുപാട് ന്യൂമറസ് ക്വാളിറ്റികൾ
ഒരിക്കലും ഇത്രയും കാലത്തിലേക്ക് ഒരു സൃഷ്ടിക്കും കിട്ടാത്ത ക്വാളിറ്റിയാണ്. അതൊക്കെ നമുക്കും കിട്ടിക്കൊണ്ടിരിക്കും. അതിലൊന്നാണ് നമ്മളെ ഈഗോ അങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരും. ഇമാം തബ്രാൻ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ സ്വലാത്തിൽ കൂടുതൽ ചെല്ലുന്നത് നിങ്ങളുടെ ഖബറിൽ അത് ലൈറ്റായിട്ട് വരുന്നു. നമുക്കൊക്കെ അറിയാം, നമ്മൾ ഒറ്റ കിടക്കാൻ പോകുന്ന ഒരു സ്ഥലമാണ് ഖബർ അല്ലേ. അവിടെ നമുക്ക് എന്ത് വരും? പ്രകാശങ്ങളായിട്ട് വരും സ്വലാത്തുകൾ. ഉസ്മാൻ റളിയല്ലാഹു തആല എപ്പോഴും കരയുന്ന ഒരു കാര്യമായിരുന്നു ഖബർ എന്നുള്ള വിഷയത്തിൽ. ഒറ്റ കാര്യമുള്ളൂ, വേറെ എല്ലാ സ്ഥലത്തും നമുക്ക് കൂടെ ആളുകളുണ്ടാവും, ഖബറിൽ ആരും ഉണ്ടാവില്ല എന്നുള്ളത് ആലോചിച്ചിട്ട്. പക്ഷേ അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. ഒരുപാട് ഔലിയാക്കളാവാനുള്ളൊരു കാരണം എന്താണ്? സ്വലാത്താണ്. നമുക്ക് പിന്നീടൊന്ന് പറയാം അതിനെപ്പറ്റി ചെറുതായിട്ട്. ഒരുപാട് ചരിത്രങ്ങളുണ്ട് അതിനെ പറ്റിയിട്ട്, കുറച്ച് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ അവർക്കൊക്കെ മെയിനായിട്ടുള്ള ഒരു ക്വാളിറ്റി ഉണ്ടായിരുന്നത് കൂടുതൽ സ്വലാത്തില്ല എന്നുള്ളതായിരുന്നു. അതുവഴി അല്ലാഹു തആല അവരുടെ ഹൃദയങ്ങളെ പ്രകാശിപ്പിച്ച് അവരെ അള്ളാഹുവിൻ്റെ വലിയകളാക്കി മാറ്റി. ഞാൻ ഓൾറെഡി പറഞ്ഞു, നമ്മൾ ഈ സ്വലാത്ത് ഇത്രയധികം നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ അത് ഒരിക്കലും നഷ്ടപ്പെടാത്ത ഒരു അസറ്റായിട്ട് നമുക്ക് അവിടെ ഉണ്ടാവും. ഓൾറെഡി ഞങ്ങളുടെ ലൈഫ് ഒരുവിധം ബർക്കത്തിലൂടെ പ്രവേശിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതിന് ഈ ഒരു സംഗതി ഞാൻ മുമ്പ് ഒരു ഔലിയാക്കൽപ്പെട്ട ഒരാളോട് ഇങ്ങനെ സംസാരിച്ചു വന്നപ്പോൾ അവരിങ്ങനെ പറഞ്ഞു, ഇപ്പോൾ അൽഹംദുലില്ലാഹ് ഓക്കെയാണ്, ഇനി ഈ ഒരു ജീവിതം ഇതുപോലെ ഒന്ന് അവസാനിപ്പിച്ച് കിട്ടണമെന്ന്. എന്ന് വെച്ചാൽ അവസാനിച്ച് കിട്ടണമെന്ന് അല്ലാഹു തആല നല്ല രീതിയിൽ മരണം വരെ ഒന്ന് ആക്കിയിട്ട് നല്ല രീതിയിലാണ്ട് റൂഹ് ഇതിൽ നിന്ന് വേർപെട്ട് പോകണം. അത് മാത്രമേ ഉള്ളൂ, അതുവരെ തെറ്റാതെ ഇരുന്നാൽ മതിയെന്ന് ആ ഒരാളെന്നോട് പറഞ്ഞു. അതേപോലെയാണ് ഇപ്പോൾ നമ്മളുടെ ജീവിതം. ഇൻഷാ അല്ലാഹ് നമ്മൾ ഈ സ്വലാത്ത് ചൊല്ലി നല്ല രീതിക്ക് വന്നിട്ടുണ്ടാവും. ഇത് ജീവിതകാലം മുഴുവൻ നമുക്ക് തുടർന്ന് നമ്മൾ മരിക്കോളം സ്വലാത്ത് ചൊല്ലാനുള്ള തൗഫീഖിലോട്ട് എത്തണം. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നമ്മുടെ മുമ്പ് പറഞ്ഞു, നമ്മളെ ഹൃദയം ഓരോ പ്രാവശ്യവും സ്വലാത്ത് ചൊല്ലുമ്പോഴും അത് ക്ലിയറായിട്ട് വരും. എനിക്ക് ഉറപ്പാണ്, നിങ്ങൾ സ്വലാത്ത് തുടങ്ങുന്നതിൻ്റെ ആ സമയത്തുള്ളതിനേക്കാൾ എത്രയോ ബെറ്റർ ആയിരിക്കും നിങ്ങളുടെ ഹൃദയം ഇപ്പോൾ. വേറെ രീതി പറഞ്ഞാൽ അതിനുശേഷം നിങ്ങൾക്ക് ഹൃദയത്തിലോട്ട് വന്ന പല തെറ്റുകളും പല പുള്ളികളും മാഞ്ഞു പോയിട്ടുണ്ടാവും. ഇപ്പോൾ ഒന്നുമില്ലാന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ ഡെയിലി വരുന്ന ഈ ഹറാമുകളും തെറ്റുകളൊക്കെ ഉണ്ടല്ലോ, പലതും നിങ്ങളുടെ ശരീരത്തിലോട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിലോട്ട് കയറാത്ത വിധം ഒരു പ്രൊട്ടക്ഷനായിട്ട് നിന്നിട്ടുണ്ടാവും. എന്ന് വെച്ചാൽ അറ്റ്ലീസ്റ്റ് ഇത് പ്രോഗ്രസ് ചെയ്തില്ല എന്നുണ്ടെങ്കിലും താഴത്തോട്ട് പോയിട്ടുണ്ടാവില്ല. വേറെ രീതി പറഞ്ഞാൽ 1000 നമ്മൾ സ്വലാത്തുണ്ട്, നമ്മളൊരു ദിവസം വെറുതെ കൂട്ടി നോക്കിയാൽ ഒരു 250 തെറ്റുകൾ ചെയ്യുന്നുണ്ടെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ ഈ 1000 സ്വലാത്ത് കൊണ്ട് തന്നെ 250 തെറ്റുകൾ ഓൾറെഡി മനുഷ്യമായി പോയിട്ടുണ്ട്. മാത്രമല്ല നമ്മുടെ ഹൃദയത്തിൽ മുമ്പുണ്ടായിരുന്ന കറുത്ത പാടുകളൊക്കെ, മുമ്പുണ്ടായിരുന്ന തെറ്റുകൊണ്ടുണ്ടായിരുന്ന കറുത്ത പാടുകൾ ബാക്കിയുള്ള സ്വലാത്തിൻ്റെ കുറേ എണ്ണം മാഞ്ഞു പോയിട്ടുണ്ടാവും. എന്ന് വെച്ചാൽ ക്ലിയറായി വരുന്നുണ്ടാവും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എൻ്റെ മേലിലും കൂടുതൽ സ്വലാത്തിൽ നിങ്ങൾക്ക് എൻ്റെ ഷഫാത്ത് ഉണ്ടാവും. ഷഫാത്തിൻ്റെ ഒരു വിഷയം വേറെ തന്നെ നമ്മൾ പറയേണ്ട വിഷയമാണ്. ഷഫാത്തിൻ്റെ പ്രധാനപ്പെട്ടൊരു ടൂളാണ് സ്വലാത്തില്ല എന്നുള്ളത്. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. ഷഫാത്ത് ഇല്ലാതെ ഒരാളും ഇല്ല എന്നുള്ളത് മഹാന്മാർ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ സ്വലാത്ത് ചെല്ലുമ്പോൾ ഒന്നുകൂടി ഈസിയായി ആ ഭാഗം. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. നമ്മുടെ വിശ്വാസങ്ങളുടെ ഉമ്മത്ത് എന്ന് പറയുന്ന ഈ ഒരു ഗ്രൂപ്പ് പല ടൈപ്പ് ആൾക്കാരുണ്ട്, പല ജനങ്ങളുണ്ട്. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ, ഈ ഒരു ഗ്രൂപ്പിലുള്ള ആളുകളിൽ വളരെ കുറഞ്ഞ ആൾക്കാരാണ് സ്വലാത്തിലായിട്ട് അങ്ങനെ കൂടുതൽ സമയം ചിലവഴിക്കുന്നത്. ആ ഒരു ഗ്രൂപ്പിൽ നമുക്ക് കയറാൻ പറ്റില്ലേ? ചില കാര്യമാണോ? അല്ല. കാരണം അള്ളാഹുവിൻ്റെ വിശ്വാസങ്ങളുടെ ഉമ്മത്തിൽ വേറെ ആൾക്കാരുണ്ട്, അവർക്കതൊന്നും ഈ തൗഫീഖ് കിട്ടിയിട്ടില്ല. നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു വിഷയമല്ലേ? നമുക്കല്ല, നമ്മൾ അള്ളാഹിനോട് നന്ദി ചെയ്യേണ്ട വിഷയമല്ലേ? അപ്പോൾ ഇതൊരു ടെസ്റ്റായിട്ട് എനിക്ക് തോന്നുന്നത്, അല്ലെങ്കിൽ ഒരു ക്വാളിഫിക്കേഷൻ. നമ്മളൊരു കോഴ്സിന് ഇങ്ങനെ കുറേ പഠിച്ചിട്ട് ഒരു ക്വാളിഫിക്കേഷൻ കിട്ടും. നമ്മളൊരു ക്വാളിഫൈഡ് ആയിട്ടുണ്ട്. അള്ളാഹിൻ്റെ റസൂലിൻ്റെ പേരിൽ, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ നമ്മൾ സ്വലാത്ത് ചൊല്ലി ആ ഒരു സ്വലാത്തിൻ്റെ ആളുകളിൽ നിന്നുള്ള ആ ക്വാളിഫിക്കേഷനിൽ നമ്മൾ കയറിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ആരിഫ്യങ്ങളായിട്ടുള്ള ആളുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ സ്വലാത്തിലേക്ക് കോൺസ്റ്റൻ്റായിട്ട് അങ്ങനെയാണ് കണ്ടിന്യൂസ് ആയിട്ട് സ്വലാത്തിലിരിക്കുന്നത്. ബാക്കിയുള്ള പല കാര്യങ്ങളും നിങ്ങൾ അല്ലാഹു തആല സഹായിക്കുന്നതാണ്. നിങ്ങളുടെ ജീവിതത്തിനാണെങ്കിലും പിന്നെ നിങ്ങൾക്ക് മരണത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ പല വിഷയങ്ങളുണ്ടാവും നമ്മൾ ജീവിക്കുമ്പോൾ അല്ലേ, അതിലൊക്കെ അല്ലാഹു തആല സഹായിക്കുന്നതാണ്. ഓരോ പ്രാവശ്യം നമ്മൾ ചൊല്ലുമ്പോഴും നമ്മൾ ഹബീബ് പുഞ്ചിരിക്കൂലേ? ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഒരു കാര്യത്തിൽ എന്ന് വെച്ചാൽ നമ്മുടെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളുടെ ഹസനാത്തുകൾ കാണുമ്പോൾ സന്തോഷിക്കുന്നു, നമ്മളുടെ തെറ്റുകൾ കാണുമ്പോൾ അതിന്
സങ്കടത്തോടെ നമുക്ക് വേണ്ടി പൊറുക്കലിനെ തേടുന്നു അല്ലേ. അപ്പോൾ നമ്മളെ സൈഡിൽ നിന്ന് സലാത്തുകൾ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ഹബീബ് ചിന്തിക്കൂലേ. അപ്പോൾ സലാത്തിൻ്റെ ഒരു ഗുണങ്ങളൊന്നും കൂടെ ആലോചിച്ച് നോക്കും. ഏതൊക്കെ ലെവലിലാണ് അത് നമ്മളെ ജീവിതത്തിനെ അത് ബാധിക്കുന്നത്, അല്ലെങ്കിൽ ജീവിതത്തിനെ അത് സപ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾ ചിന്തിച്ച് നോക്കും. സലാത്തിലൂടെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കൂടെ ഒരു ലൈഫ് ടൈം ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് എന്ന് വെച്ചാൽ ജീവിതകാലം, ഒരു ജീവിതാന്ത്യം, അല്ലെങ്കിൽ അതിന് അപ്പുറത്തോട്ടുള്ള ഒരു വലിയൊരു ബോണ്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ഒരു ബന്ധം നിലനിർത്തിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് മരിക്കുമ്പോഴും മരിച്ചതിന് ശേഷം സ്വർഗത്തിലും ആ ബോണ്ട് നിലനിർത്താൻ കഴിയട്ടെ. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. നിങ്ങൾക്കൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും ഇമാം ജസൂലി തങ്ങൾ പിന്നെ സ്വലാത്ത്, ഈ ജസൂലി തങ്ങൾ അറിയാത്തവരുണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഈ ദലാലുൽ ഖൈറാത്ത്, വെള്ളിയാഴ്ചത്തെ സ്വലാത്ത്, ഇതൊക്കെ ചൊല്ലിയ ആൾ അറിയുണ്ടാവില്ല. നമുക്കറിയില്ലേ. മുമ്പ് ഒരു ചരിത്രം കേട്ടിട്ടുണ്ടോ ചെറുതായിട്ടൊന്നും പറയാം. അതായത് അവരൊരിക്കൽ നടന്നു പോകുമ്പോൾ ഭയങ്കര ദാഹം ഉണ്ടായി. അവരങ്ങനെ ദാഹിച്ച് നോക്കുമ്പോൾ വെള്ളം കിട്ടാതായപ്പോൾ പിന്നുള്ളത് ഒരു കിണറാണ് കണ്ടത്. ആ കിണറിൻ്റെ താഴത്ത് കുറച്ച് വെള്ളം ഉണ്ടായി, മുകളിലോട്ട് വരുന്നില്ല. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ചെറിയൊരു പെൺകുട്ടി അതുവഴി വന്നപ്പോൾ എന്താ ഇവിടെ നിൽക്കുന്നത് ചോദിച്ചപ്പോൾ ഇങ്ങനെ വെള്ളമുണ്ട്, കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആ പെൺകുട്ടി നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞു എന്നാണ്, നിങ്ങളൊരു പണ്ഡിതനായിട്ടും നിങ്ങൾക്കിത് അറിയില്ല എന്ന് ഉള്ളത് എന്നെ അത്ഭുതപ്പെടുത്തുന്നെന്ന് പറഞ്ഞിട്ട് ആ പെൺകുട്ടി ജസ്റ്റ് സ്വലാത്ത് ചൊല്ലി. അപ്പോൾ തന്നെ ആ വെള്ളം മുകളിലോട്ട് കയറി വന്നു, അതിൽ നിന്ന് കുടിച്ചു വന്നാണ്. ഇതിന് ശേഷമാണ് ഇമാം ജസൂലി തങ്ങൾ പിന്നെ ദലാലുൽ ഖൈറാത്ത് എന്നുള്ള ആ ഒരു സ്വലാത്തിൻ്റെ ഒരു കളക്ഷൻ ഉണ്ടല്ലോ, വെള്ളിയാഴ്ച സ്വലാത്ത് നമ്മൾ ചൊല്ലുന്ന, അതിൽ ആ സ്വലാത്ത് മഹാനവകൾ ഉണ്ടാക്കിയതാണ്, അവർ രചിച്ചതാണ്, അങ്ങനെ ഉണ്ടാക്കിയതാണ്. സ്വലാത്തിൻ്റെ ആ പവർ കണ്ടപ്പോൾ. അതുപോലെ ഇമാം ബൂസിരി തങ്ങൾ അറിയാം, ബുർദ എൻ്റെ ചരിത്രം നിങ്ങൾക്കറിയാം. വലിയൊരു അസുഖത്തിലുണ്ടായിരുന്നത് മുസ്ലിം തങ്ങൾ പറഞ്ഞാണ് സ്വലാത്ത് ഈ ബുർദ എഴുതി ഉണ്ടാക്കാൻ. ബുർദ എന്ന് പറഞ്ഞാൽ മുസ്ലിം തങ്ങളുടെ സ്വലാത്ത് തന്നെയല്ലേ മൊത്തത്തിൽ. അതേപോലെ യൂസുഫ് നസാരി തങ്ങളുണ്ട്, ഈ നമ്മുടെ ഇമാം ഗസാലി തങ്ങളുടെ ഷെയ്ഖായിരുന്ന ആൾ. എല്ലാ ദിവസവും 40,000 സ്വലാത്ത് ഉണ്ടായിരുന്നു. 40,000 സ്വലാത്ത് എല്ലാ ദിവസവും ചൊല്ലിയിരുന്ന ആളാണ്. അങ്ങനെ ഒരുപാട് പേര് എണ്ണമറ്റ സ്വലാത്ത് കഴിയുന്നു. അതൊക്കെ വലിയ ഈ സൂഫികളും വലിയ ആരിഫ്യങ്ങളൊക്കെ ആയതിൻ്റെ മെയിനായിട്ടുള്ള കാര്യങ്ങൾ ഇവർ തുടങ്ങിയതൊക്കെ ഇവിടുന്നാണ്. പിന്നെ അതിന് വേറെ കുറേ ഇൻഗ്രീഡിയൻസ് ഉണ്ട്, വേറെ കുറേ കാര്യങ്ങളുണ്ട്. പക്ഷേ അവർക്കൊക്കെ ഒരു ബേസ് വരുന്നത് കൂടുതൽ സ്വലാത്തിലും അവരുടെ ഹൃദയം ക്ലിയറായി വരുമ്പോഴാണ് ഒരു ആത്മീയമായിട്ട് അവർ ഉന്നതിയിലോട്ട് വരിക. വലിയ മഹാന്മാർ കുത്തുബായതും ഗൗഫായതും അതേപോലെ വലിയ അള്ളാൻ്റെ ആരിഫ്യങ്ങളായതൊക്കെ കാരണം, ബേസിക്കായിട്ടുള്ള കാരണം ഇതായിരുന്നു, സ്വലാത്തായിരുന്നു. ഇന്നത്തെ കാലത്ത് നമുക്ക് സ്വലാത്ത് ഉണ്ടെങ്കിൽ പല ബെനിഫിറ്റുകളും നമ്മളിപ്പോൾ ഈ പറഞ്ഞതൊന്നും കൂടാതെ തന്നെ ഈ ഒരു കാലത്ത് ജീവിച്ച് പോവുക എന്ന് പറഞ്ഞാൽ തന്നെ അത് വലിയൊരു വിഷയമാണ്. ഓരോ ദിവസം ഓരോ പ്രശ്നങ്ങൾ, നമ്മുടെ പേഴ്സണൽ ലൈഫിൽ നോക്കിയാലും പ്രശ്നങ്ങളാണ്. ജോലി ചെയ്യുന്ന സ്ഥലത്ത് നോക്കിയാൽ അവിടെ പ്രശ്നമാണ്. ഈ മൊത്തത്തിൽ നോക്കി നമ്മുടെ മുസ്ലിം കമ്മ്യൂണിറ്റീൻ്റെ പ്രശ്നം നോക്കിയാൽ കേരളത്തിലും പ്രശ്നമാണ്, ഇന്ത്യയിലും പ്രശ്നമാണ്, ലോകത്ത് മൊത്തത്തിൽ നോക്കിയ പ്രശ്നമാണ്. എന്നുവെച്ചാൽ പല ലെവലിലുള്ള ടെൻഷൻ നമ്മൾക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം നോക്കിയാൽ അല്ലേ. ഇതിൽ നിന്നൊക്കെ നമുക്ക് മാനസികമായിട്ട് എന്നും ഓരോ ആളുകളും എന്താ പറയുക, മരിച്ചുകൊണ്ടാണ് ജീവിക്കുന്നത്. മാനസികമായിട്ടുള്ള പ്രയാസങ്ങൾ ഒരാളുടെ മുഖത്ത് നോക്കുമ്പോൾ, അവരുടെ ഓരോ പ്രയാസങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് തന്നെ സങ്കടം തോന്നും. അപ്പോൾ എൻ്റെ ഒരു ജോലി അങ്ങനത്തെ ഒരു ജോലിയാണ്. ആളുകളുടെ പ്രയാസങ്ങൾ എന്ന് പറയും, അതിനനുസരിച്ചുള്ള റിപ്ലൈ കൊടുക്കുക, അങ്ങനത്തെ ഒരു ജോലി ആയതുകൊണ്ട് എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. ഒരാളുകളുടെ ജീവിതം കേൾക്കുമ്പോൾ അപ്പോഴാണ് തോന്നുക നമുക്കൊക്കെ എന്നുവെച്ചാൽ കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതം എത്ര നല്ലതാണെന്ന് തോന്നിപ്പോകും ആളുകളുടെ പ്രയാസങ്ങൾ കേൾക്കുമ്പോൾ. അപ്പോൾ ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം, മാനസികമായിട്ടുള്ള ഒരു ആശ്വാസം കിട്ടണം, ഒരു സ്റ്റെബിലിറ്റി കിട്ടണം, ഇമോഷണൽ സ്റ്റെബിലിറ്റി കിട്ടണം, ഒരു സന്തോഷം കിട്ടണം. ഇത്തരം എന്താ പറയുക പ്രയാസങ്ങൾ, ഭാവിയിൽ വരുന്ന പ്രയാസങ്ങൾ വിട്ടുള്ള ആങ്സൈറ്റി ഉണ്ടാവും, നമുക്ക് ആകാംക്ഷ ഉണ്ട്, അതൊക്കെ കുറഞ്ഞു കിട്ടണം, മാനസികമായ സന്തോഷം കിട്ടണം. ഇപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ ആഖിർ-സമാനാകുമ്പോൾ ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ, ഉണ്ടാവും, അതെന്തായാലും ഉണ്ടാവണം, ഉണ്ടായേ പറ്റുള്ളൂ. റസൂലുള്ളാഹി പറഞ്ഞ കാര്യങ്ങൾ നടന്നേ പറ്റുള്ളൂ. നമുക്ക് വിഷയം എന്താ വെച്ചാൽ കാര്യങ്ങൾ നടന്നോട്ടെ, പക്ഷേ നമുക്ക് പ്രയാസങ്ങൾ ഉണ്ടാവരുത്. അതിൻ്റെ കാര്യത്തിൽ നടന്നു പോയിക്കോട്ടെ. നമ്മുടെ ശരീരത്തിലോട്ട്, നമ്മുടെ സറൗണ്ടിങ്സിലോട്ട് അത് വല്ലാതെ നമുക്ക് സഹിക്കാൻ പറ്റാത്ത രൂപത്തിലോട്ട് അത് വരാൻ പാടില്ല.
അടിയന്തരാവസ്ഥ കാലത്താണ് എന്താ പറയുക CM വലിയുള്ള ഇവരും ഒക്കെ ഉള്ള സമയത്താണ് അടിയന്തരാവസ്ഥ കാലത്ത്. സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പാണ് നമ്മുടെ സംസ്ഥാനം കേരള ജംഇയ്യത്തുൽ ഉലമ ഉണ്ടാക്കിയത്. അവരൊക്കെ അത്രയും പ്രയാസമുണ്ടായിരുന്ന സമയത്തും അപ്പോഴും ദീൻ നല്ല രീതിയിൽ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ അവരുടെ ജീവിതം അവരവരെ മുന്നോട്ട് കൊണ്ടുപോയി എത്ര പ്രയാസം ഉണ്ടായിരുന്നു. അപ്പോൾ അതേപോലെ എന്ത് വിഷയം ഉണ്ടെങ്കിലും നമ്മൾ നമ്മുടെ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ അല്ലാഹു തആല നമുക്ക് അതിനുള്ള തൗഫീഖ് ഉണ്ടാവണം. പ്രയാസമില്ലാതെ എന്ത് പ്രയാസം ഉണ്ടായാലും നമുക്ക് സഹിക്കാൻ പറ്റാത്ത രൂപത്തിലുള്ള പ്രയാസം അല്ലാഹു തആല തരാതിരിക്കട്ടെ. സ്വലാത്ത് ചൊല്ലുന്ന ഒരു കമ്മ്യൂണിറ്റി, ഒരു ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട ഗ്രൂപ്പാണ്. ആ ഒരു ഗ്രൂപ്പിൽ അല്ലാഹു തആല നമ്മളെയൊക്കെ ചേർക്കട്ടെ. അപ്പോൾ ഒരു ഗ്രൂപ്പാകുമ്പോൾ പല രീതിയിലുള്ള പ്രയാസങ്ങളും പ്രശ്നങ്ങളും പിന്നെ അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടാവാം നമ്മളെ കയ്യിൽ നിന്നൊക്കെ. ഇപ്പോൾ ഒരു കാര്യം ഒരു ഗ്രൂപ്പ് മുന്നോട്ട് കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഒരാൾ അതിൽ മുന്നിൽ നിൽക്കണമല്ലോ. ആ ഒരു റോൾ മാത്രമാണ് ഞാൻ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതിൽ ചിലപ്പോൾ ചില ആൾക്കാർ ചിലപ്പോൾ ഒഴിവാക്കാനും ചില പുറത്തോട്ട് ഇട്ട് ചിലപ്പം കുറച്ച് കഴിഞ്ഞാൽ തിരിച്ചെടുക്കാനും, അതേപോലെ ചില ആൾക്കാരെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ അതിൽ നിന്ന് വിലക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ടാകും. ഒന്നും ആരും ഉദ്ദേശിച്ചതൊന്നുമല്ല. നമ്മുടെ ഗ്രൂപ്പ് അങ്ങനെ മുന്നോട്ട് ഡിസിപ്ലിൻ മുന്നോട്ട് പോയാൽ മാത്രമേ അത് അങ്ങനെ അതിൻ്റെ രീതിയിലാവുള്ളൂ. ഗ്രൂപ്പുകൾ നമുക്ക് ഇഷ്ടം പോലെ ഉണ്ടല്ലേ. അപ്പോൾ എന്നാൽ മാത്രമേ കറക്റ്റ് ആവുള്ളൂ. നമ്മൾ സലാത്തിനെന്ന് പറഞ്ഞ ഗ്രൂപ്പിൽ വേറെ ഒന്നും ഡിസ്കസ് ചെയ്യാനോ വേറെ കാര്യങ്ങളൊന്നും പറയാനോ അനുവദിക്കാത്തത് അതുകൊണ്ടാണ്. നല്ല കാര്യങ്ങൾ തന്നെ പറയാൻ അനുവദിക്കാത്തത് കൊണ്ടാണ്. അത് അതിനായിട്ട് മാത്രമായിട്ട് വെച്ചതാണ്. എന്നാലാണ് അത് മുന്നോട്ട് പോകുള്ളൂ. അപ്പോൾ ആ ഒരു രീതിയിലുള്ള ഒരു ഡീലിങ്സൊക്കെ നമ്മൾ അച്ചടക്കത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്തിട്ടുണ്ടാവും. അതൊന്നും ആരോടൊരു ദേഷ്യമൊന്നുമില്ല. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. അതൊക്കെ ആ രീതിയിൽ മനസ്സിലാക്കുമെന്ന് വിചാരിക്കുകയാണ്. ഇനി അഥവാ എന്തെങ്കിലും മാനസികമായിട്ടോ പ്രയാസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തന്നെ ഇതിലൊക്കെ ക്ഷമ ചോദിക്കാൻ. ഇപ്പോൾ അങ്ങനെയൊന്നും ഉദ്ദേശിച്ച് ചെയ്തല്ല എന്ന് മനസ്സിലാക്കുക. പിന്നെയെന്ന് പറഞ്ഞാൽ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ നമ്മളുടെ 160 ഞാൻ പറഞ്ഞല്ലോ 160, 200, 300 ആളുകളൊക്കെ ഉണ്ടായിരുന്നു അറൗണ്ട് പല ഗ്രൂപ്പുകളൊക്കെ ആയിട്ട്. പക്ഷെ അതൊക്കെ കുറഞ്ഞ് വന്ന് ഇപ്പോൾ ഏകദേശം വളരെ കുറച്ച് ആൾക്കാരുള്ളൂ. പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് ഇത് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇത്രയും എത്തിയല്ലോ. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത് ഒരിക്കലും മുറിഞ്ഞു പോകാതിരിക്കുക എന്നുള്ളതാണ്. നമുക്ക് ജീവിതകാലം മുഴുവൻ ഇത് വേണം. മരിച്ചാലും വേണം. മരിച്ചു കഴിഞ്ഞാലും നമുക്ക് സ്വലാത്തെല്ലാം കഴിയണം. ആ രൂപത്തിൽ നമ്മളുടെ എന്താ പറയുക മയ്യത്ത് ഖബറിലും ലൈവായിട്ടിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളിത് കൊണ്ടുപോകണം. അല്ലാഹു തആല അതിന് തൗഫീഖ് ചെയ്യട്ടെ. പിന്നെ അപ്പോൾ മുറിഞ്ഞു പോകാതെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഏത് ലോകത്താണെങ്കിലും ഏത് സിറ്റുവേഷനിലാണെങ്കിലും നമ്മളുടെ ഈ വിറുത് അതങ്ങനെ മുന്നോട്ട് പോകേണ്ടതാണ്. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. അപ്പം എല്ലാവരും പരസ്പരം ദുആ ചെയ്യാം. എനിക്കും കുടുംബത്തിന് വേണ്ടിയിട്ടും എൻ്റെ ഉമ്മാക്കും ഉപ്പാക്കും ഒക്കെ വേണ്ടിയിട്ടൊക്കെ ദുആ ചെയ്യാം. അതുപോലൊക്കെ ഉൾപ്പെടുത്തണം. അതൊക്കെ ഞാൻ ചെല്ലിനേക്കാളും കൂടുതൽ സ്ഥലത്തിലുള്ള ഒരുപാട് പേര് ഇതിലുണ്ട്. ഞാനിതിൻ്റെ വളരെ കുറഞ്ഞ രീതിയിൽ ചെല്ലാൻ നോക്കും. പക്ഷേ എനിക്ക് ചെല്ലാൻ കഴിയാത്ത എൻ്റെ ജോലി തിരക്കൊണ്ടാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ കൂടുതൽ ചെല്ലും. അള്ളാഹുവാണ് അറിയുന്നതിന്. അള്ളാഹു അതിനുള്ള തൗഫീഖുകൾ ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയട്ടെ. പിന്നെ അതുകൊണ്ടാണ് ചെയ്യാൻ കഴിയാത്തത്. പക്ഷേ അത് സാഹചര്യങ്ങൾക്കനുസരിച്ചിട്ടാണ്. പിന്നെ നിയ്യത്ത് എന്നുള്ളൊരു വിഷയമുണ്ട്. അതാണ് നമ്മളുടെയൊക്കെ മുന്നോട്ട് നിൽക്കുന്ന ഒരു കാര്യം. നമുക്ക് ചെല്ലാൻ ആഗ്രഹമുണ്ട്, ചെല്ലാൻ കഴിയാത്തൊരു സിറ്റുവേഷനിൽ അല്ലാഹു തആല കൂലി തരുമല്ലോ. അതോ അങ്ങനെ പിന്നെ ആ രീതിയിൽ നമുക്ക് എടുക്കാൻ കഴിയട്ടെ ഇൻഷാ അല്ലാഹ്. വേറെ ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് പിന്നീട് നമുക്ക് വോയിസിലോ അല്ലെങ്കിൽ വീഡിയോയിലായിട്ട് വരാം. നമുക്ക് ദുആ ചെയ്യണം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.